ഹലോ ഫ്രണ്ട്സ്. അപ്പം നമുക്കിന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 20 ചെറുനാരങ്ങയാട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ഒരു മഞ്ഞ കളറുള്ള ചെറുനാരങ്ങ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നല്ല പഴുത്ത ചെറുനാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഈ പാനിൽ ഞാനിപ്പോൾ ഏകദേശം ആ ചെറുനാരങ്ങ എല്ലാം ഒന്ന് മുങ്ങി കിടന്ന് വേവുന്ന വിധം ഈ ഒരു പാനിലോട്ട് വെള്ളം ഒഴിച്ചു. പിന്നീട് ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഈ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പാൻ ഒന്ന് ലിഡ് അടച്ചു വെച്ച് മൂടി വെച്ച് ഞാൻ വെള്ളം തിളപ്പിക്കുവാൻ വെച്ചു കേട്ടോ. അതിനുശേഷം ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചെറുനാരങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ചെറുനാരങ്ങേനെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് നോക്കി. അപ്പോൾ ഇപ്പോൾ ഏകദേശം എൻ്റെ ചെറുനാരങ്ങയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഞാനൊരു 2-3 മിനിറ്റ് വരെ ഈ ഒരു ചെറുനാരങ്ങേനെ അതിലിട്ട് ഒന്ന് വേവിച്ചെടുത്തു. പിന്നീട് ഞാൻ ഈ ചെറുനാരങ്ങ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. ഇപ്പോൾ ചെറുനാരങ്ങ നല്ല പാകത്തിന് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചെറുനാരങ്ങേനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളാക്കി ഞാൻ ചെറുനാരങ്ങയെ അരിഞ്ഞെടുത്തു കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് തിരുമ്പി വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഏകദേശം ഒരു 2 വലിയ ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ആ ചെറുനാരങ്ങയിലോട്ട് ഉപ്പെല്ലാം നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. പിന്നെ ഞാനൊരു വലിയ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. അങ്ങനെ പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത് അച്ചാർ ഉണ്ടാക്കുവാനായിട്ട്. അപ്പോൾ ഞാൻ നല്ലെണ്ണ എടുത്തു. ഇനി അതിലോട്ട് ഞാനൊരു ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ചേർക്കും. അപ്പോൾ അച്ചാർ ഉണ്ടാക്കുവാനായിട്ട് നല്ലെണ്ണയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്തു. ഇനി ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലോട്ട് ഒരു 2 ടീസ്പൂൺ കടുകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ കടുകിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി വരുമ്പോൾ നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാനുള്ളത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 വലിയ ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞതും ഒരു 5-8 പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞതും പിന്നെ ഒരു 10-12 കറിവേപ്പിലയുമാണ്. അപ്പോൾ കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നിട്ട് വഴറ്റണം കേട്ടോ. പിന്നീട് ഞാനിതൊരു തവി വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഏകദേശം ഒന്ന് മൂത്ത് വന്നാൽ മതി. നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരെ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അധികം മൂപ്പിച്ചൊന്നും എടുക്കണ്ട. ഏകദേശം ഇതേപോലെ ഒന്നാക്കിയാൽ മതി. പിന്നീട് ഞാൻ നേരത്തെ തന്നെ മാറ്റി വെച്ച ചെറുനാരങ്ങ നീര് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അതെല്ലാം മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ചെറുനാരങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഊർന്നു വന്നിട്ടുണ്ട്.
ആ ഉപ്പുവെള്ളം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അത് ഇതിൻ്റെ അവസാനമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ടൊന്നിട്ട് വഴറ്റി കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. ചെറിയ തീയിലിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉപ്പുവെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അച്ചാറിടുമ്പോൾ അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെറുനാരങ്ങ ഒന്ന് നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മുളകിടുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഞാൻ ഇതിലോട്ട് ചേർത്തത് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തു. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുവാൻ പോകുന്നത് ഏകദേശം ഒരു 2 ടീസ്പൂണോളം കായപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കായപ്പൊടിയും ചേർത്തു. പിന്നെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ പൊടികളൊക്കെ ചെറുനാരങ്ങയുടെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ വേണം കേട്ടോ വഴറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ ഇത് ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി, പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാൻ ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് മുഴുവനായിട്ടും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ വട്ടം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ഇതേപോലെ നന്നായിട്ടൊന്നിട്ട് വഴറ്റണം കേട്ടോ. ഇപ്പോൾ ഞാനിതാ ആ തിളപ്പിച്ചാറിയ വെള്ളം ഇതേപോലെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് തവി വെച്ച് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നേരത്തെ തന്നെ ചെറുനാരങ്ങയിൽ നിന്ന് ഊറി വന്ന ഉപ്പുവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറുനാരങ്ങയിൽ നിന്ന് നല്ല പുളി ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ ഉപ്പ് ചേർക്കുവാനായിട്ട്. അങ്ങനെ പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് കേട്ടോ. അങ്ങനെ വിനാഗിരി ചേർത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു അച്ചാറിനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ അച്ചാർ തയ്യാറായി. അപ്പോൾ ഇത് ഞാൻ അച്ചാർ ഉണ്ടാക്കിയ ദിവസം തന്നെ ഇതൊരു ഗ്ലാസ് ബൗളിലോട്ട് ചൂടാറുവാൻ വെക്കും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം ഫ്രിഡ്ജിലോട്ട് വേറൊരു പാത്രത്തിലാക്കി വെച്ച്
ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനിതെടുത്ത് ഉപയോഗിക്കുള്ളൂ. എങ്കിൽ മാത്രമേ നാരങ്ങയിലോട്ട് ഉപ്പും എരിവും നന്നായിട്ട് പിടിക്കുകയുള്ളൂ. പിന്നെ നാരങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ചെറുനാരങ്ങ അച്ചാർ. എല്ലാവരും ട്രൈ ചെയ്യണേ.